നമസ്കാരം. അങ്ങനെ ഒടുവിൽ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുകയാണ്. സത്യത്തിൽ 5 വർഷം മുമ്പേ ഈ ഒരു മാറ്റം ആവശ്യമായിരുന്നു. പക്ഷെ അന്ന് നമ്മൾക്ക് തിരിച്ചറിവുണ്ടായില്ല. അതുകൊണ്ടാണ് പിന്നെയും 5 വർഷം കൂടി നമ്മൾ സഹിക്കേണ്ടി വന്നത്. ഏതായാലും 10 വർഷമായിട്ട് നമ്മൾ സഹിച്ചു പോകുന്ന ആ ദുരിതം അതിന് നമ്മളായിട്ട് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാണ്. നിർത്തിക്കോ, ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് 10 വർഷം കൊണ്ട് നമ്മളെ അടക്കി ഭരിച്ച് കട്ടുമുടിച്ച കള്ളന്മാരെ നമ്മളായിട്ട് തന്നെ ഇറക്കി വിട്ടു. ഇപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിന്റെ മൂല്യവും അർത്ഥവും യഥാർത്ഥത്തിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പവർ എന്ന് പറയുന്നത്. ജനങ്ങളുടെ കയ്യിലെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. 10 വർഷം കൊണ്ട് അടക്കി ഭരിച്ചവർ ആരുമല്ലായിരുന്നു എന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തെളിയിച്ചില്ലേ? അതാണ് യാഥാർത്ഥ്യം. ഇത്രയും നാളും 10 വർഷം കൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന ധാർഷ്ട്യത്തോടു കൂടിയിട്ട് ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാതെ കേരളത്തെ അടക്കി ഭരിച്ചിരുന്ന നേതാവ് ഇനി മുതൽ ആരുമല്ല. ഓക്കെ, MLA ആണ് എങ്കിലും മന്ത്രിയല്ലല്ലോ. ഇനി അദ്ദേഹം ആരുമല്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആരുമല്ലാതെ ആക്കി കഴിഞ്ഞു നമ്മൾ. ഇതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ വാല്യൂ. ഇതാണ് ജനാധിപത്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ 5 വർഷം കൂടിയിരിക്കുമ്പോൾ ഇലക്ഷൻ വരുന്നത് തന്നെ ഇങ്ങനെ ഒരു കാര്യം പ്രൂവ് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ 5 വർഷം മുമ്പ് ഈ ഒരു തിരിച്ചറിവിൽ എത്തിയില്ല. ഏതായാലും 10 വർഷം സഹിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ ആ തിരിച്ചറിവിൽ എത്തിച്ചേർന്നല്ലോ. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും കോൺഗ്രസ് പാർട്ടി ജയിച്ചത് കൊണ്ടുള്ള സന്തോഷവും എക്സൈറ്റ്മെന്റും ഒന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം. കാരണം ഞാനൊരു പാർട്ടിയുടെ അനുഭാവിയല്ല, കോൺഗ്രസ് അനുഭാവിയല്ല. കോൺഗ്രസ് പാർട്ടി ജയിച്ചതിൽ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും ഏത് പാർട്ടി ജയിച്ചാലും പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ജനങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യത്തിന്റെ വാല്യൂ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു. ഓരോ 5 വർഷം കൂടുന്തോറും ഭരണകൂടത്തെ നമ്മൾ മാറ്റണം, എക്സ്പെരിമെന്റ് ചെയ്യണം. എക്സ്പെരിമെന്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം, മാറ്റിക്കുത്തണം. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം അതിന്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അഴിമതിയുടെ ചെയിൻ അവിടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അഴിമതി ഉണ്ടാകും, ധാർഷ്ട്യം കൂടും. നമ്മുടെ പോയ മന്ത്രിമാരുടെയൊക്കെ ധാർഷ്ട്യം നിങ്ങൾ കണ്ടതാണല്ലോ. നമുക്കൊരു ചോദ്യം ചോദിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുമായിരുന്നു. ഇത് ജനാധിപത്യമാണ്. ഇവിടെ ജനാധിപത്യമാണ്, ജനങ്ങൾക്കാണ് ആധിപത്യം. അങ്ങനെ ആധിപത്യമുള്ള ജനങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുമായിരുന്നോ? ഇല്ല. അങ്ങനെ ഉത്തരം തരാത്തവരെ നമ്മൾ ഇറക്കി വിട്ടു. നമുക്ക് ഉത്തരം തരാത്തവരെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ വോട്ടിംഗ് റൈറ്റിന്റെ യഥാർത്ഥ പവർ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇന്നലെ വരെ ആരൊക്കെയോ ആയിരുന്നവരെ നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ട് ആരുമല്ലാതെയാക്കി. ഇതാണ് യഥാർത്ഥത്തിലുള്ള വോട്ടിന്റെ പവർ. ഈ പവറാണ് ജനങ്ങളുടെ കയ്യിലുള്ളത്. ഈ പവറാണ് ജനങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അഴിമതി വീരന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് പിന്നെ നിലനിൽപ്പില്ല. ഈ ഒരു തിരിച്ചറിവില്ലായ്മ ജനങ്ങൾക്ക് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? അപ്പോഴാണ് ഈ രാഷ്ട്രീയക്കാർ നമ്മളെ അടക്കി ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയൊരു പാർട്ടിക്കാരാണ് വന്നേക്കുന്നത്. അവർ നല്ല രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അവരെ നമ്മൾ ഇറക്കി വിടണം. ഇവര് ഒരു മാതൃക സ്ഥാപിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അഴിമതി എല്ലായിടത്തും ഉണ്ടാകും, കൈയിട്ട് വാരൽ എല്ലായിടത്തും ഉണ്ടാകും. നിങ്ങൾ കൈയിട്ട് വാരിക്കോ, പക്ഷേ അതിനൊപ്പം ജനങ്ങൾ കൂടി നൽകണം. ജനങ്ങളെ മൊത്തത്തിൽ കട്ടുമുടിച്ച് ജനങ്ങൾക്ക് സംസാരശേഷി ഇല്ലാത്തവരായിട്ട് കഴുതകളെ പോലെ ജനങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഒന്നും ചിന്തിക്കാതെ മാറ്റിക്കുത്തിയിരിക്കണം. അതാണ് ജനാധിപത്യം. എങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് പേടിയുണ്ടാവത്തുള്ളൂ. നമ്മളാണ് നമ്മളെ ഭരിക്കാനുള്ള റെപ്രസെൻറ്റേറ്റീവിനെ, നമ്മളെ ഭരിക്കാനല്ല, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യാണ്. അതാണ് ജനാധിപത്യം. നമ്മളെ ഭരിക്കാനുള്ളവരെ അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. നമ്മൾ ഭരിക്കാനുള്ളവരെയാണ്, അല്ല ഭരണമല്ല ഇവിടെ. ഇവിടെ ആർക്കും ആരെയും ഭരിക്കാൻ പറ്റില്ല, ആർക്കും ആരെയും ഭരിക്കാനുള്ള അവകാശമില്ല. ഈ ഭരണം എന്ന് പറയുന്ന വാക്കേ ജനാധിപത്യത്തിൽ ഒരു തെറ്റായിട്ടുള്ള വാക്കാണ്. ദേ ആർ ജസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ്. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികൾ, ജനപ്രതിനിധികൾ മാത്രമാണ്, നേതാക്കന്മാർ മാത്രമാണ് അവർ. നമ്മളെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് വേണ്ടി കാര്യങ്ങൾ നടപ്പിലാക്കാനും പദ്ധതികൾ നടപ്പിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ്. അവരുടെ ചരട് വലിക്കേണ്ടത് ആരാണ്? ജനങ്ങളായിട്ടുള്ള നമ്മളാണ്. നമ്മളാണ് അവരെ ജയിപ്പിച്ചത്. നമ്മളായിരിക്കണം അവരുടെ നേതാക്കന്മാര്, അവരല്ല നമ്മുടെ നേതാക്കന്മാര്. ഈ സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ജനപ്രതിനിധികളുടെയൊക്കെ ധാർഷ്ട്യം ഇല്ലാതെയാകൂ. അപ്പൊ ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ആ സത്യം തിരിച്ചറിയുക, ആ സത്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ചോദ്യം ചോദിക്കേണ്ട അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ആവശ്യമില്ല.
ഇനി ഇപ്പൊ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ജയിച്ച കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അജയ്യരാണോ? ഒരിക്കലുമല്ല. അങ്ങനെ അജയ്യരാണ് എന്ന് അവർ കരുതി കഴിഞ്ഞാൽ അവർക്കും പരാജയമാണ് ഇനിയും കാത്തിരിക്കുന്നത്. അങ്ങനെ അജയ്യരായിട്ട് ഇതേപോലെ നമ്മളെ അടക്കി ഭരിച്ച് ധാർഷ്ട്യം കാണിച്ച് നമ്മളെ അടക്കി ഭരിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്തവരായിട്ട് അവർ മാറുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ മാറി ചിന്തിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ജയിച്ചവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഞങ്ങളുടെ ഒരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റാണ്. കേരളത്തിലെ ജനങ്ങളുടെ എക്സ്പെരിമെന്റൽ സബ്ജക്റ്റുകളാണ് നിങ്ങൾ. കഴിഞ്ഞ എക്സ്പെരിമെന്റ് പാളിപ്പോയതുകൊണ്ട് പുതുതായിട്ട് നിങ്ങളെ ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. നിങ്ങൾ നല്ലതാണോ, കേരളത്തെ മുന്നോട്ട് നയിക്കുമോ എന്ന് എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. ഇനി ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ. 1 വർഷത്തേന് ഇവരുടെ ഭരണം എന്നൊക്കെ പറയുന്നത് കണക്കായിരിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി തകർച്ചയിലാണ്, മൊത്തം തകർത്ത് വെച്ചേക്കാണ്, കട്ടുമുടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പഴയതുപോലെയൊക്കെ ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവർ വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത് 2000-3000 രൂപയെങ്ങാണ്ടാണ് പെൻഷൻ വാഗ്ദാനം ചെയ്തേക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള KSRTC യാത്ര, KSRTC ഒന്ന് കരകയറിയിട്ടേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ ഗണേഷ് കുമാർ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. KSRTC ഒന്ന് കരകയറ്റി കൊണ്ടുവന്നു നല്ലപോലെ. പക്ഷെ KSRTC ഒന്ന് കരകയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള യാത്ര എത്രത്തോളം പോസിബിൾ ആണ് എന്നൊക്കെയുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇലക്ഷൻ സമയത്ത് കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകും. ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ നൽകുക. അപ്പൊ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംശയമാണ്. പക്ഷെ എന്നിരുന്നാലും അഴിമതി ഒന്നും കാണിക്കാതെ ജനങ്ങളെ അടക്കി ഭരിക്കാൻ ശ്രമിക്കാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അടുത്ത ഈ ഒരു 5 വർഷം കഴിയുമ്പോഴും ചിലപ്പോൾ നിലനിൽപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കുക. അത് 40-ൽ താഴെ മാത്രം സീറ്റ് കിട്ടിയിരിക്കുന്നു. അവരുടെ പാർട്ടിക്കാർ പോലും അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. കപ്പിത്താന്റെ കപ്പല് എത്ര വലിയ കപ്പലാണെന്ന് പറഞ്ഞാലും അത് മുങ്ങിപ്പോകും. കപ്പിത്താൻ എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുങ്ങുക തന്നെ ചെയ്യും. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കപ്പലിനെ മുക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ 3 താമര വിരിഞ്ഞിട്ടുണ്ട്, BJP 3 എണ്ണം വിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സമാധാനമുള്ളത്, ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത്, സീരിയലിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞവരൊന്നും തന്നെ ജയിച്ചിട്ടില്ല. അഖിൽ മാരാറും റോബിനും ഒന്നും ജയിച്ചിട്ടില്ല. പിന്നെ ചക്കയാണ് താമര എന്ന് പറഞ്ഞ ആൾക്കാരും ഒന്നും ജയിച്ചിട്ടില്ല. അങ്ങനെ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ വന്ന് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വ്യക്തിക്ക് അദ്ദേഹം ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ള ആ ഒരു എഡ്യൂക്കേഷന്റെ പുറത്താണ് ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്ന കാര്യം അതാണ്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷന്റെ പുറത്താണ്. കേരളത്തിൽ ജയിച്ചിട്ടുള്ള 3 BJP നേതാക്കന്മാരും കുറെ വർഷം കൊണ്ട് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ള നേതാക്കന്മാരാണ് ജയിച്ചത്. അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അവര് ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നലിലാണ് ജനങ്ങൾ അവരെ ജയിപ്പിച്ചു വിട്ടത്. അല്ലാതെ ഇവരൊന്നും പൊട്ടത്തരം എന്ന് പറഞ്ഞവരല്ല. പക്ഷേ BJPയിൽ വിവാദം ഉണ്ടാക്കുകയും പൊട്ടത്തരം പറയുകയും ചെയ്ത ഒറ്റ ഒരു മനുഷ്യനെയും ജനങ്ങൾ ജയിപ്പിച്ചിട്ടില്ല. അവരെ ജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടില്ല. അവര് പിന്തള്ളപ്പെട്ടു പോയി, 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. അപ്പൊ ജനങ്ങളുടെ പൾസ് എന്താന്നുള്ളത് ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. BJPക്ക് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പൾസ് തിരിച്ചറിഞ്ഞ് നിലനിൽക്കുക. വർഗീയതയും രോക്ഷവും ഒക്കെ വെളിയിലേക്ക് ഛർദ്ദിച്ച് വെച്ച് ജനങ്ങളെ ഒറ്റപ്പെടുത്തുകയും അകറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാതെ കുറച്ചൊക്കെ ഡീസന്റ് ആയിട്ട് പ്രചരണം നടത്തിയ 3 പേരാണ് ജയിച്ചത്. ബാക്കിയുള്ളവരാരും തന്നെ ജയിച്ചിട്ടില്ല. ഗുരുവായൂര് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരാളുണ്ട്, അവിടെയും ജയിച്ചില്ല. അപ്പോൾ ഇതാണ് സത്യത്തിൽ ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കയ്യിലുള്ള പവർ, ദ റിയൽ പവർ. ഇപ്പം മനസ്സിലായല്ലോ, ജനാധിപത്യത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ജനങ്ങൾ തന്നെയാണ്, നമ്മളാണ്. നമ്മളുടെ കയ്യിലുള്ള വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് പവർഫുൾ ആണ്. നമ്മളെ ഭരിക്കുന്നവർ കൊള്ളില്ലെങ്കിൽ, ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇത് കൊള്ളില്ലെന്നുണ്ടെങ്കിൽ, നമ്മളെ ഭരിക്കുന്നവരല്ലവർ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ്, നമ്മുടെ പ്രതിനിധികളാണ്. പ്രതിനിധികൾ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവരെ മാറ്റാൻ നമ്മൾ മാറി ചിന്തിക്കുക തന്നെ ചെയ്യണം, കണ്ണടച്ച് മാറ്റിയിരിക്കണം. നമ്മൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും കൊള്ളത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തള്ളിക്കളയുക, അങ്ങനെ തന്നെ ചെയ്യുക. എപ്പോഴും ജനങ്ങളുടെ ക്ഷേമമായിരിക്കണം ജനാധിപത്യത്തിലുള്ള ഓരോ സിറ്റിസണിൻ്റെയും ഉത്തരവാദിത്തം. നമ്മൾക്ക് ഒരു സിറ്റിസൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളും പവറും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടക്കി ഭരിക്കാൻ നോക്കുന്ന, നമ്മളെ കഴുതകളെ പോലെ കാണുന്ന നേതാക്കന്മാരെ നമുക്ക് തിരിച്ച് കഴുതകളാക്കാൻ പറ്റും.